ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ കുരുമുളകിട്ട് വറ്റിച്ചെടുത്തിട്ടുള്ള നല്ലൊരു മീൻകറി റെഡിയാക്കി എടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരിത്തിരി ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് പൊടിയായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്യാം. പിന്നെ എരിവിന് നമ്മൾ ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരിത്തിരി ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ പൊടിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആദ്യം ഉലുവ ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് റെഡിയായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് കൂടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഒത്തിരി ബ്രൗൺ കളറാകുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ചെറിയുള്ളിക്ക് പകരം സവാള വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. സവാള കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ കറിക്കൊരു മധുരം പോലെ ഉണ്ടാവും. മാക്സിമം ചെറിയുള്ളി വെച്ച് തന്നെ ഈ ഒരു കറിക്ക്, നല്ല സ്പൈസി ആയിട്ടുള്ള കറിയല്ലേ, അപ്പോൾ നമുക്ക് ചെറിയുള്ളി വെച്ച് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനാണെങ്കിൽ. അതിനുശേഷം നമ്മൾ പൊടിയിൽ ഒരു 1/2 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിൽ മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ 1.5 ടീസ്പൂൺ എടുത്ത് പിരിയമുളക് പൊടിച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. കാരണം എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി 1.5 ടീസ്പൂണിന് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പ്രധാന ചേരുവയായിട്ടുള്ള കുരുമുളക് പൊടി 2 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയും പച്ചമുളകും നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക കറിയിൽ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന രീതിയിൽ ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശരിക്കും നല്ല രീതിയിലൊന്ന് റോസ്റ്റാക്കി എടുക്കണം നമ്മൾ. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ടേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും, അതായത് വേവുന്ന സമയത്ത് ഉടഞ്ഞു പോകാത്ത രീതിയിലുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ അരവുമായിട്ടൊന്ന് ചേർന്ന് വരുന്ന രീതിയിൽ, അരവും ആ വെളിച്ചെണ്ണയൊക്കെ ആയിട്ടൊന്ന് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കുടംപുളി ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ കുടംപുളി മാത്രമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് മീനായതുകൊണ്ട് തന്നെ പതുക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് ആ അരവുമായിട്ട് മീനൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു കുടംപുളിയിലും അരവിലൊക്കെ കിടന്നൊരു 5 മിനിറ്റ് പാകമായി വന്നതിന് ശേഷം ബാക്കി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി, ഞാനൊരു ചെറിയ 2 കുടംപുളി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതായിരുന്നു. അതിനുശേഷം ഇതിനകത്തോടേക്ക് ഞാൻ ചൂടുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ ഒത്തിരി ലൂസാക്കിയിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത്. ഇനി ചട്ടി ഒന്ന് ചുറ്റിച്ചിട്ട് വേണം നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് തവി വെച്ചിട്ടൊന്ന് യോജിപ്പിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചുറ്റിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അടച്ച് വെച്ചിട്ട് കറി നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ നല്ല തുറന്ന് വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും കറി കുറുകി വരും നന്നായിട്ട്. ഇപ്പം നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി ശരിക്കും ആ കുരുമുളക് പൊടിയുടെയൊക്കെ കളർ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല കൊഴുപ്പോട് കൂടിയുള്ള കറിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി അങ്ങ് കുറുകി നല്ല തിക്കായിട്ട് വരും, കറക്റ്റ് പാകത്തിന് വരും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിലോട്ടേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് അത്യാവശ്യം സമയം എടുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഒത്തിരി സമയം വെച്ചതിന് ശേഷമാണ്. അപ്പോൾ കറി കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ നല്ല കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിനകത്തോട്ടേക്ക് മാറ്റിയിട്ട് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു കറിയുടെ ഒരു ടെക്സ്ചർ എത്രത്തോളം നല്ല കണ്ടില്ലേ, നല്ല ഡാർക്ക് കളറിൽ നല്ല കൊഴുപ്പുള്ള നല്ല അത്രയധികം സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.